ഓക്കെ. ഇപ്പം പക്കാ മൈലേജാണ്. അത് നല്ല അടിപൊളി മൈലേജ് ഇനിയിപ്പോൾ നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടും. മൈലേജ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്കൊരു വാഹനത്തിൻ്റെ മൈലേജ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ശരിക്കും ഒരു വാഹനം നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു മൈലേജ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ പലപ്പോഴും പലരും നമുക്ക് സർവീസിനൊക്കെ കൊണ്ടുവരുന്ന വാഹനത്തിൽ ആദ്യം പറയുന്നൊരു കാര്യം മൈലേജ് കുറവാണ്, മൈലേജ് കൂട്ടാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ കാർബറേറ്റർ സെറ്റ് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും കാർബറേറ്റർ എന്ന് പറയുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. പലരുടെ നിന്ന് കിട്ടുന്നൊരു അറിവാണ് അവർ വന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കാർബറേറ്റർ എന്ന് പറയുന്നൊരു കാര്യം എൻറ്റയർലി നമുക്കിപ്പം പുതിയ വാഹനങ്ങളിൽ ഇല്ലാതായിരിക്കുകയാണ്. പുതിയ വാഹനങ്ങൾ ഇൻ ദ സെൻസ് 2000 തൊട്ടുള്ള കാലഘട്ടം തൊട്ട് നമുക്ക് MBFI, അതായത് മൾട്ടി പോയിൻ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം വന്നു തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം തൊട്ട് തന്നെ നമ്മുടെ വാഹനങ്ങളെല്ലാം ഫ്യൂവൽ ഇഞ്ചക്ഷനിലോട്ട് മാറി. അങ്ങനെ ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം തൊട്ട് കാർബറേറ്റർ സിസ്റ്റമേ ഫുള്ളി ക്ലോസ്ഡ് ആയി. ഓക്കെ, നമുക്ക് ആ ഒരു വിഷയം അവിടെ മാറ്റാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ സാധിക്കും. അതായത് സെറ്റ് ചെയ്ത് കൂട്ടാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൂട്ടാൻ സാധിക്കത്തില്ല. നമ്മുടെ വാഹനത്തിൻ്റെ ഇഞ്ചക്ഷൻ, അതായത് ഫ്യൂവൽ ഇഞ്ചക്ഷനും കാര്യങ്ങൾ, സ്പാർക്ക് എത്ര കൊടുക്കണം എന്നെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു മെയിൻ യൂണിറ്റാണ് ഈ ഇരിക്കുന്ന ECM എന്ന് പറയുന്നത്, എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഈ കാണുന്ന യൂണിറ്റാണ് നമ്മുടെ ഫുൾ, അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. അതായത് വാഹനം എത്രത്തോളം ഫ്യൂവൽ കൊടുക്കണം, എപ്പോഴാണ് ഫ്യൂവൽ കൊടുക്കേണ്ടത്, എത്രത്തോളം ഫ്യൂവൽ കൊടുക്കണം, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരേ ഒരു യൂണിറ്റാണ് ECM എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ്. അപ്പോൾ ECM കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും നമുക്ക് എന്തെങ്കിലും അതിലിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കമ്പനിയിൽ, അതായത് ഒരു ഷോറൂമിൽ അല്ലെങ്കിൽ ഒരു ഡീലർഷിപ്പിൽ അത് ഒരിക്കലും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കത്തില്ല. പക്ഷേ പുറത്ത് ഇത് പ്രോഗ്രാമിംഗ് ചെയ്യാറുണ്ട്. പല സ്റ്റേജുകളായിട്ടുള്ള പ്രോഗ്രാമിംഗ് ഇതിന് അവൈലബിൾ ആണ്. അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവലിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താൻ സാധിക്കും, പെർഫോമൻസിന് മാറ്റം വരും. അങ്ങനെയാണ് നമ്മൾ കുറച്ച് പേരെങ്കിലും ഫെമിലർ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് പീറ്റ്സ് ട്യൂൺ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ട്യൂണിങ്ങിൽ എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ ECMനകത്ത് റീമാപ്പിംഗ് ആണ് ചെയ്യുന്നത്. അങ്ങനെ റീമാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ഫുൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഒരു എഞ്ചിൻ, അതായത് ഈ കൊടുത്തിരിക്കുന്ന ഒരു എഞ്ചിനിൽ നിന്ന് ഫുൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല. ഇനിയും നമുക്ക് കുറച്ചുകൂടെ കൂട്ടാം. എന്തുകൊണ്ട് കമ്പനി ആ ഒരു പീക്ക് ലെവൽ വരെ കൊണ്ടുപോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു പീക്ക് ലെവൽ വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ഒരു എഞ്ചിൻ ലൈഫ് നമുക്ക് കൃത്യമായി കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ട്യൂൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എഞ്ചിൻ ലൈഫിന് എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും. കാരണം ആ ഒരു പവർ ഔട്ട്പുട്ട് നമുക്ക് അതുപോലെ എടുക്കുന്ന സമയത്ത് എഞ്ചിൻ്റെ ലൈഫ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും രീതിക്ക് നമുക്ക് ഇതുപോലെ വല്ലതൊക്കെ കാണിച്ചിട്ടതേ ഞാൻ മൈലേജ് കൂട്ടി എന്ന് പറയുന്ന തെറ്റാണ്. അപ്പോൾ ശരിക്കും കുറച്ച് പേർക്കെങ്കിലും സംശയം കാണുമായിരിക്കും, നമ്മളൊരു ഷോറൂമിൽ സർവീസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി പഴയതിനെ കഴിഞ്ഞ് കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ. ഈ ഇഗ്നൈറ്ററിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് സ്പാർക്ക് പ്ലഗ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മോശമുണ്ടോ, അല്ലെങ്കിൽ ഫ്യൂവൽ ഫിൽറ്റർ, അതായത് നമ്മുടെ പെട്രോളിൻ്റെ ആയിക്കോട്ടെ ഡീസലിൻ്റെ ആയിക്കോട്ടെ ഫിൽറ്റേഴ്സിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ബ്ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും വാഹനത്തിന് നല്ല മൈലേജ്, അതായത് ശരിക്കുമുള്ള ഫ്യൂവൽ എഫിഷ്യൻസി ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഫ്യൂവൽ എഫിഷ്യൻസി ഔട്ട്പുട്ട് കിട്ടുന്ന സമയത്താണ് പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നത് നമ്മളെന്തോ മൈലേജ് കൂട്ടാൻ വേണ്ടി എന്തോ സംഗതി ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. ശരിക്കും അത് ഗ്രാജുവലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് നമ്മുടെ വാഹനത്തിന് മൈലേജ് കൂടുന്നതാണ്. അല്ലാതെ വേറെ അഡീഷണൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല മൈലേജിന് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. അതായത് വാഹനത്തിന് ചുമ്മാ മൈലേജ് കൂട്ടാൻ വേണ്ടി ഒരിട്ട് ഒന്നും കാണിച്ചു കഴിഞ്ഞാൽ കൂടത്തില്ല. ഇതിലുള്ള കാര്യങ്ങളിൽ നീറ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് കൂടുന്നതാണ്.